നോബൽ മാരിക്കാരൻ ചേരുന്നു നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, പാർലമെന്റിന് മുന്നിലെ പ്രതിഷേധം, ആ പ്രതിഷേധത്തിനിടയിലുണ്ടായ കയ്യാങ്കളിയിൽ പരിക്കേൽക്കുന്നു. അതിൽ രാഹുൽ ഗാന്ധിയെ ഗുണ്ടയെന്ന് വിളിക്കുന്നു. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലും വാർത്താസമ്മേളനം വിളിക്കുന്നതിന് മറുപടിയായി BJPയുടെ വാർത്താസമ്മേളനം വരുന്നു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം. ഒടുവിൽ കേസുമായിരിക്കുന്നു അല്ലേ ഇരു കൂട്ടർക്കുമെതിരെ? പാർലമെന്റിൽ ഇന്ന് അംബേദ്കർ വിഷയത്തിലുണ്ടായ പ്രതിഷേധം അത് സംഭവ ബഹുലമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം രാവിലെ പ്രതിഷേധം ആരംഭിച്ചപ്പോൾ തന്നെ സംഘർഷത്തിലേക്കാണ് ഇരുവിഭാഗവും പോയത്. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ സഖ്യവും അതോടൊപ്പം തന്നെ BJPയും രണ്ട് ഘട്ടങ്ങളിലായി പ്രതിഷേധിക്കുകയായിരുന്നു. ഈ പ്രതിഷേധങ്ങൾ ഒരുമിച്ച് എത്തിയതോടെ സംഘർഷത്തിലേക്കും ഉന്തിലേക്കും തള്ളിലേക്കും വാക്കുതർക്കത്തിലേക്കും പോവുകയായിരുന്നു. അതിനിടയിലാണ് രണ്ട് BJP അംഗങ്ങൾ വീണ് അവർക്ക് പരിക്കേറ്റത്. രാഹുൽ ഗാന്ധി മറ്റ് MP മാരെ അവരുടെ ദേഹത്തിൽ തള്ളിയിട്ടു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. രാഹുൽ തങ്ങളെ ആക്രമിച്ചു എന്ന് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായി. എന്താണെങ്കിലും അതിന് പിന്നാലെ കോൺഗ്രസും തിരിച്ചടിച്ചു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ കാൽമുട്ടിന് പരിക്കേറ്റു എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ പല നേതാക്കളെയും തടയുകയാണ് BJP അംഗങ്ങൾ ചെയ്തത് എന്നാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. രാഹുൽ ഗാന്ധിയെ പോലും ലോക്സഭയിൽ കടക്കാൻ അനുവദിച്ചില്ല എന്നും അദ്ദേഹം പറഞ്ഞു. അതിന് പിന്നാലെയാണ് ഉച്ചയോടുകൂടി തന്നെ BJPയുടെ 3 MP മാർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി രാഹുൽ ഗാന്ധിക്ക് എതിരെ പരാതി നൽകിയത്. ഈ ഘട്ടത്തിൽ കോൺഗ്രസും വിട്ടുകൊടുത്തില്ല. കോൺഗ്രസ് ഈ വിഷയത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ ലോക്സഭാ സ്പീക്കർക്ക് പരാതി നൽകി. അതേസമയം സന്തോഷ് കുമാർ അടക്കമുള്ള മറ്റ് MP മാരും ഈ വിഷയത്തിൽ പരാതിയുമായി സ്പീക്കർ ചെയർമാന്റെ അടുത്തേക്ക് പോവുകയും ചെയ്തു. എന്താണെങ്കിലും ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും വീണ്ടും വാർത്താ സമ്മേളനമാണ് കണ്ടത്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും KC വേണുഗോപാലൊക്കെ ഒരുമിച്ച് AICC ആസ്ഥാനത്ത് മാധ്യമങ്ങളെ കണ്ടു. അദാനി വിഷയത്തിൽ ശ്രദ്ധ തിരിക്കാൻ ശ്രമമാണ് ആദ്യം ഈ പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉണ്ടായതെങ്കിൽ അംബേദ്കർ വിഷയത്തിൽ വലിയ തരത്തിൽ പ്രതിരോധത്തിൽ ആയ BJP അതിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ തങ്ങൾ ആക്രമിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുന്നത് എന്ന് രാഹുൽ തിരിച്ചടിച്ചു. അതോടൊപ്പം തന്നെ BJP അംഗങ്ങൾ വടിയും മറ്റുമായാണ് തങ്ങൾ തടയാൻ എത്തിയത് എന്നും രാഹുൽ പറഞ്ഞു. BJP ആ ഘട്ടത്തിൽ അവസാന മണിക്കൂറുകളിലും വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. BJPയുടെ ഭാഗത്തുനിന്നും ഇന്ന് വാർത്താ സമ്മേളനം വൈകിട്ട് ഉണ്ടായി. കേന്ദ്ര മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ അതോടൊപ്പം പീയൂഷ് ഗോയൽ എന്നിവരാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഈ കോൺഗ്രസിന് മറുപടിയുമായി എത്തിയത്. പ്രധാനമായും കോൺഗ്രസ് ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത്, കോൺഗ്രസ് നേതാക്കൾ ഗുണ്ടകളെ പോലെയാണ് പെരുമാറിയത് എന്ന് നേതാക്കൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ആദിവാസി MP പോലും രാഹുൽ ഗാന്ധി ആക്രമിച്ചു എന്ന തരത്തിലുള്ള പരാമർശങ്ങളുണ്ടായി, വിമർശനങ്ങളുണ്ടായി. എന്താണെങ്കിലും വലിയ സംഭവബഹുലമായിരുന്നു ഇന്നത്തെ ദിവസം. അംബേദ്കർ വിഷയത്തിൽ തുടങ്ങിയ പ്രതിഷേധം അംഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതിനിടയിൽ 2 തവണ സഭ സമ്മേളിച്ചെങ്കിലും ഇരു സഭകളിലും ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടായതിനു പിന്നാലെ സഭകൾ ഇന്നത്തേക്ക് പിരിഞ്ഞു. നാളെയാണ് പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അവസാനിക്കുന്നത്. നാളെയും ഈ വിഷയം ആളിക്കത്തിക്കും ഇരു വിഭാഗവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല.